അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ KNMകാരുടെ വലിയ വലിയ അറബി കോളേജിലെ അധ്യാപകന്മാരൊക്കെ വിശുദ്ധ ഖുർആനുണ്ട് ഓതിയ ഇരുന്നിങ്ങനെ ഛർദ്ദിക്കണ വീഡിയോ, നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഉണ്ട്. പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് വേണ്ടിച്ചാൽ യൂട്യൂബിൽ കയറ്റി തരുന്നുണ്ട്. മനസ്സിലല്ലേ? വിസ്ഡം ഗ്രൂപ്പിൽ നിന്ന് പല ആൾക്കാരും എനിക്കെതിരെ സംസാരിക്കില്ല, ശബ്ദം പുറത്തുവിടൂല, വേറെ ആൾക്കാരോട് സംസാരിപ്പിക്കുക. കാരണം അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ വീഡിയോ, അവരെ മക്കളും ഭാര്യമാരും അനിയന്മാരും ഒക്കെ ഇളകണ വീഡിയോ ഉണ്ട്. മനസ്സിലല്ലേ? പുറത്ത് കൂടുതൽ പേടിയുണ്ടാ. KNMമാരൊന്നും കുറവല്ല. ഷിർക്കിന്റെ കേന്ദ്രത്തിൽ പോയിട്ട് ഇവിടെ 95% മുജാഹിദുകളും വന്നവർ ഷിർക്ക് ചെയ്തതാ. ഒരു വിസ്ഡം വന്നിവിടെ വിസ്ഡത്തിനോട് ഷിർക്കിന്റെ ചികിത്സ നടത്തിയിട്ടുണ്ടോ ചോദിച്ചപ്പോ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഓത്താൻ തുടങ്ങിയപ്പോ പിന്നെ കംപ്ലീറ്റ് ഷിർക്കിന്റെ കേന്ദ്ര ഹാജറാണിത്. മനസ്സിലായില്ലേ? അപ്പൊ ചോദിച്ചപ്പോ എണ്ണി കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു. മോർ ദാൻ 50 കൂടുതൽ മന്ത്രവാദികളെടുത്ത് പോയിട്ട് ചികിത്സിച്ച ആള് വിസ്ഡം എന്ന് പറഞ്ഞ് നടക്കുക. മനസ്സിലായില്ലോ? റെക്കോർഡ് ചെയ്ത നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഉണ്ട് ഇവിടെ, എഴുതി വെച്ചതുകൊണ്ട് ഇവിടെ. അവരെ കയ്യെഴുത്തിൽ എഴുതി തന്നു, ഇന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായിട്ടല്ലോ? അതില് കുറ്റിപ്പുറം ത്തുള്ള ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവമുണ്ട്. ഈ വിസ്ഡംകാരൻ കൊണ്ടേ കൊടുത്തുക. എന്നിട്ട് വിസ്ഡംകാരത്തിന് കള്ളും കുപ്പി കൈ പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരനെ ആരോ കൂട്ടി. എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴീനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാണ് ചികിത്സിച്ചത്. അതാണ് വിസ്ഡത്തിന്റെ പാരമ്പര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, മുജാഹിദിന്റെ പാരമ്പര്യം. അതുപോലെ പിന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് മാസവരി സംഖ്യ, പൂജാരികൾക്ക് മാസവരി സംഖ്യ കൊടുക്കുന്ന മുജാഹിദുകൾ KNMമാരുണ്ടായിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പിന്നെ പൂജാരികളെ കൊണ്ടുവന്നിട്ട് ഹോമകുണ്ടുണ്ടാക്കി ഏലക്കായും എരഞ്ഞിപ്പൂവും പാലപ്പൂവും ഒക്കെ വെച്ചുകൊണ്ട് ഹോമം നടത്തിയ മണ്ഡലം കമ്മിറ്റിന്റെ മെമ്പർമാരുണ്ട്. അതേമാതിരി ഒരു മണ്ഡലം കമ്മിറ്റിന്റെ മെമ്പർ ഇവിടെ വന്നിട്ട് ഓതുന്ന സമയത്ത് ഇയാളെ ഭാര്യ കൂടെ കിടന്ന് ഇളകി കൂവി വിളിച്ച് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഷിർക്കിന്റെ ചികിത്സ ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോ ഈ മുജാഹിദ് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇയാളുടെ അളിയൻ ഭാര്യന്റെ ആങ്ങള പറഞ്ഞു, എണീറ്റുന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ പോകാത്ത അമ്പലമല്ല. അളിയൻ മണ്ഡലം കമ്മിറ്റിന്റെ ആളെ മുപ്പരാതെ പറയൂ, പക്ഷെ എന്റെ പെങ്ങളും അളിയനെയും പെങ്ങളെയും കൊണ്ട് ഞാൻ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ ലിബ്യനായി. മനസ്സിലല്ലേ? ഇതുപോലുള്ള 100 കണക്കിന് വീഡിയോ, ഒരക്ഷരം വേണ്ടിട്ട് നിങ്ങളെ വീഡിയോ അങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അതിലിട്ട് റെക്കോർഡ് ചെയ്തതാ, ഫുൾ ടൈം റെക്കോർഡാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതുപോലുള്ള കേസുകൾ 100 കണക്കിന് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പല മുജാഹിദുകളും ഈ വിഷയത്തിൽ എൻ്റെ മുമ്പിൽ പിന്നെ മിണ്ടാൻ കഴിയില്ല, നാവ് തുറക്കാൻ കഴിയില്ല. കാരണം വീഡിയോ ഉണ്ട് ഇവിടെ. മനസ്സിലായിട്ടില്ല? അതൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടാണ് കാണും ജനങ്ങൾ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോ ഷിർക്ക്, ബിദഅത്ത്, ഖുറാഫത്ത്, ഹറാമ് ആ വഴിക്ക് ഈ വർഗം ധാരാളം. 95% മുജാഹിദുകളും 95% മുജാഹിദുകളും ഷിർക്കിൽ അക്ബർ ചെയ്തതാ. ഏലസ്, ഐക്കല്ല്, ഉറുക്ക്, നൂല്, തങ്ങള്, മൂലിയർ, ബീവീൻ, കണിയൻ, കണക്കൻ, പൊലിയൻ, അമ്പരം, ആൽത്തറ, കോഴി നറക്കല്, ആട് നറക്കല്, ഇതുപോലുള്ള ചികിത്സകൾ ചെയ്തവരാ 95%. ഇത് എന്റെ അനുഭവം മാത്രമല്ല. ഡോക്ടർ സുബൈറിനെ വിളിച്ചു ചോദിച്ചു നോക്ക്, ഹുസൈൻ മന്നാനോട് ചോദിച്ചു നോക്ക്, മഞ്ചേരിയിലെ ഫാറൂഖിനോട് ചോദിച്ചു നോക്ക്, ഫിറോസിനോട് ചോദിച്ചു നോക്ക്, നൈഫ് ബാബുവിനോട് ചോദിച്ചു നോക്ക്. ചികിത്സിക്കുന്ന ആളുകളോട് മുഴുവൻ നിങ്ങൾ ചോദിച്ചു നോക്ക്. ഖുർആൻ ഓതി ചികിത്സിക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇതൊരു യാഥാർത്ഥ്യം. എല്ലാവരും ഇതിനെ പച്ചട്ടിക്ക് കിട്ടും. 95% മുജാഹിദുകളും ഷിർക്കുൽ അക്ബർ ചെയ്തതാണ്. എന്തിന് നന്നടോങ്ങളൊക്കെ? അതുകൊണ്ടാണ് ഞങ്ങൾ പ്ലെയിൻ ഭാഷയിൽ വിളിക്കുന്ന ചവറുകളാണോ നിങ്ങൾ? ചവറുകൾ. ഇതിപ്പോ പറയുന്നുള്ളൂ, ബാക്കി പിന്നെ പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും.